ഇത് നമ്മളെ വീടിൻ്റെ പരിസരമാണ് കേട്ടോ. സൈഡൊക്കെ ഇങ്ങനെ ഈ ചുമന്ന എന്താ പറയുക മരമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കളറല്ലേ. ഇത് അൽഫ്ലാഹ് സ്കൂള് കാരക്കുന്നാണ് നമ്മളെ വീട്. ഇത് നമ്മളെ വീട്. അങ്ങോട്ട് മേലേക്ക് പോകുന്നില്ല. പിന്നെ മഴക്കൊരാശ്വാസം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വീടും പരിസരമൊക്കെ ഒന്ന് എടുക്കാച്ചു. അതാണ് മുറ്റൊക്കെ നടിക്കാത്തതുകൊണ്ടേ മുറ്റൊക്കെ ആകെ വൃത്തിയുടായി കിടക്കുക. നമ്മൾ പുല്ല് പതിക്കാൻ വേണ്ടി ഇത് കാണിച്ചിരുന്നല്ലോ വീഡിയോ. പതിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് പണികളുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പച്ചക്കറികൾ ഇനി ഇതുപോലെ ഈ ഭാഗത്തും പുല്ല് പതിക്കണം. ഇപ്പോഴത്തെ പുല്ലേണ്ടതാ ഒക്കെ വലുതായി വന്നു. നമ്മളെ ബുഷ് നാരങ്ങയൊക്കെ ഉണ്ടോ, ബുഷ് ഓറഞ്ച് ഒക്കെ വലുതായി വരൽ തുടങ്ങി. പുല്ലൊക്കെ നല്ല ഉഷാറായിട്ട് പടർന്ന് പിടിച്ചു. ഓക്കെ. പിന്നെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ വെറൈറ്റി ചെടികളൊക്കെ വെച്ചു കേട്ടോ. ഒക്കെ വരുന്നേ ഉള്ളൂ, പിടിച്ച് വരുന്നേ ഉള്ളൂ. ചെമ്പരത്തി ഇവിടെ ആദ്യം ഉണ്ടായിരുന്നതാണേ. കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ചെടികൾ ഒക്കെ നമ്മൾ മണ്ണുത്തിയിൽ പോയെന്ന് വാങ്ങിയ ചെടികൾ കേട്ടോ. ഇതൊക്കെ എൻ്റെ അടുത്ത് ആദ്യം ഉള്ളതാണ്. പിന്നെ ഈ ഒരു ചെടി രണ്ട് വിധത്തിലാണ് കേട്ടോ. ഇത് ചെറിയൊരു വയലറ്റ് കളർ, ഇത് നല്ല വയലറ്റ് കളർ. ഇത് പൂവിൽ പറ്റി. പിന്നെ ഇതിപ്പോൾ നമുക്ക് കിളികൾ കൂടും കേട്ടോ. അതിപ്പോൾ പൂ വിരിയാലും മുട്ടൊക്കെ ഉണ്ട്. ഇവരെ ഇതിപ്പോൾ പൂ വിരിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാ മുട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് വെറുതെ മരം ഉണ്ടായപ്പോഴേ ഇമ്മ പൂവൊന്നും വിരിഞ്ഞില്ല. അപ്പോൾ ഞാനിങ്ങനെ വള്ളി, നമ്മളവിടെ ഇതിന് പറയൽ എന്താ പറയുക, അസർമുല്ല പൂ കേട്ടോ. അസർമുല്ല എന്നാണ് നമ്മളിതിൽ പറയൽ. ഇനിയിപ്പോൾ ഇവിടെയാണ് നമുക്ക് പുല്ല് ഒന്ന് പതിക്കണം. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ഇന്നലെ പണിയെടുത്തതാണ് കേട്ടോ. ഇന്നലെ കുറച്ച് മഴ ഒഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ശരിയാക്കിയെടുത്തു. മഴ പെയ്തിട്ടേ മുറ്റൊന്ന് അടിച്ചു വരാനോ ക്ലീനാക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ നമ്മളെ പുല്ലൊക്കെ ആകെ പൊന്തി ആകതായി. ഇതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഏതാ എൻ്റെ കുമ്പളങ്ങ വള്ളിമ പടർത്തിയിട്ടുണ്ട്. വഴുതനങ്ങ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. മത്തൻ ചെറിയ കായ. ഇവിടെ എന്തോ ഒരു പാമ്പോ എന്താ അരണ. മത്തൻ ചെറിയ കായൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അതുപോലെ കൊഴിഞ്ഞു പോവുക. ഇവിടെയൊക്കെ കണ്ടോ കായ പിടിച്ചിരുന്നു, പക്ഷെ അതൊക്കെ അതുപോലെ കൊഴിഞ്ഞു പോയി കൊണ്ടിരിക്കുക. പിടിക്കാൻ എന്താ മാർഗം എന്നറിയില്ല.
ഇവിടെയൊക്കെ വേസ്റ്റ് വലിച്ചിട്ടുണ്ട്. ഇതുണ്ടോ എൻ്റെ പുതിന, ഞാൻ മണ്ണുത്തിന്ന് എൻ്റെ കൊമ്പ് കൊണ്ടുവന്നതായിരുന്നു, അത് പിടിച്ചു. ഇനി ഇതിന്മേൽ തൈ ഉണ്ടാക്കണം. ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പച്ചക്കറി വേസ്റ്റും കണ്ണുകളൊക്കെ വന്നിട്ടും കണ്ട് ഇങ്ങനെ വെച്ചിട്ട് തന്നെ അത് കമ്പോസ്റ്റ് ആവുന്നുണ്ട്. നമുക്ക് ഇവിടേക്ക് പോകാൻ കുറച്ച് ധൈര്യക്കുറവുണ്ട്. എന്താ വെച്ചാൽ നമ്മളെ ഈ നാട്ടിൽ പുലിഭീതി നല്ലോണം ഉണ്ട്. ഈ തൃക്കലങ്കോട് പഞ്ചായത്തിൽ എപ്പോഴും പുലി അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഓരോ സ്ഥലത്തു നിന്ന് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ താഴെ വീട്ടിലേക്കൊക്കെ പോകാൻ നമുക്ക് പേടിയപ്പോൾ, കാരണം അവിടെ ആൾത്താമസമില്ലല്ലോ. അപ്പോൾ അവിടെ എങ്ങാനും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതിന്മേൽ കണ്ടോ കായുണ്ട്, പഴുത്തിട്ടില്ലേ, എന്താ ഇവിടെയൊക്കെ ഉണ്ട് കായ. അമ്മ തൊടുക്കത് മാത്രം കേട്ടോ, ബാക്കിയൊക്കെ ഉപ്പൻ്റെ ആയിരുന്നു. അത് അമ്മോശാക്കാൻ്റെ. അപ്പോൾ അത് അമ്മോശാക്ക മരിച്ചപ്പോൾ അത് ഒരു ഭാഗത്തിൽ പെട്ടിരിക്കുക. ഓക്കെ, പക്ഷെ നമ്മൾ തന്നെയാണ്, പുറമ്പക്കാരതല്ല. അപ്പം നമുക്ക് കണ്ടോ എൻ്റെ വിറകൊക്കെ നനഞ്ഞു, ഷീറ്റൊക്കെ ആകെ കീറി നശിച്ചുപോയി. ഇതൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട്. ഒന്ന് കസ്തൂരി മഞ്ഞൾ കേട്ടോ, ഇതൊരു ചെടി വെച്ചിട്ട് കൊട്ടമ്പുളി ചാടിയിട്ടുണ്ട്. പക്ഷെ ഒരു ധൈര്യക്കുറവുണ്ട് താനും, പിന്നെ അവിടുത്തെ ആൾത്താമസമില്ല. അപ്പോൾ ചാടി കിടക്കണേ, ഇടയ്ക്ക് ഉണ്ട് ചാടി കിടക്കണേ. പഴുത്ത് നിൽക്കുന്നുണ്ട് ഇവനൊക്കെ. ഞാൻ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. നമുക്ക് ഇതിലൊക്കെ ഒന്ന് കാണാം. ഇനി നമുക്ക് ബാമ്പു ഉണ്ടോ, ഈ ബാമ്പുവിൻ്റെ പ്രത്യേകത ഉണ്ടല്ലേ, രണ്ടിന് പ്രത്യേകത. കടഞ്ഞെടുത്ത കാല് പോലെ. പണ്ടുള്ള മേശക്കാലൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്, ഊൺമേശക്കും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ ഈ ഒരു പണിയിൽ. ചെടികൾ നമ്മൾ മണ്ണുത്തിയിൽ പോയപ്പോൾ ഈ ഒരു സാധനം എല്ലാവരും കൊണ്ടുപോകണ്ട കേട്ടോ. ഇത് എന്തിനുള്ളതാണെന്ന് അറിയില്ല, പക്ഷേ ഇവിടെ നമ്മൾ തൊടു കൂടെ ഇഷ്ടം പോലെ ഉണ്ടതാണ്. എല്ലാവരും ഇത് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങുന്നുണ്ട്. ഇതിവിടെ വെറുതെ കളിയായിട്ടുണ്ടായതാണ്, ഇതെന്തിനാണെന്ന് അറിയില്ല. എന്നാലും ഇവിടെ വെറുതെ ഉണ്ടാവിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഇടയ്ക്ക് വെട്ടി ശരിയാക്കാനുള്ളത്. അതിന് മഴ പെയ്തിട്ട് വേണതൊന്ന്, അല്ല മഴ പെയ്തിട്ടല്ല, മഴ പെയ്ത് ഒഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് ശരിയാക്കാൻ. ഈ റോസൊക്കെ ഇനി പ്രൂണിങ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ മഴക്കൊഴിവിനനുസരിച്ചാണ് നമ്മൾ ഓരോ പണികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ചെടികൾ പ്രൂണിങ് ചെയ്ത് വെച്ചു. അപ്പോൾ പ്രൂണിങ് ചെയ്താലേ നമുക്ക് വേനൽക്കാലത്ത് നമുക്കത് നല്ല തെഴുത്ത് പൂക്കളുണ്ടാവാൻ പറ്റുള്ളൂ. ഇത് കണ്ടത് ആ മരത്തുമ്മ കണ്ട ആ ചെടീൻ്റെ ഒരു വള്ളി എടുത്ത് കുഴിച്ചിട്ടാട്ടോ. നമ്മൾ മുളക് നെയ്യൊക്കെ നല്ല വലുതായിട്ടുണ്ട്. ഇത് നെയ്ച്ചോറും കഴുത ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അവിടെ. എന്താ ഇത് അറിയാം, ഒരു ദിവസം ഞാൻ നെയ്ച്ചോറിലിടാൻ വേണ്ടിയിട്ട് പോയി നോക്കുമ്പോൾ സാധനേ കാണുന്നില്ല. ഈ മയിലിൻ്റെ കൂട്ടം ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഒരു 10-12 ഉണ്ട് ആ കൂട്ടത്തിൽ. അവർ മൊത്തം അതിൻ്റെ തണ്ടടക്കം കഴിച്ചിട്ടുണ്ട്. ഇത് പിന്നെ അവരെ കണ്ണിൽ പെടാതെ എവിടെയോ ഒരു തയ്യാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തയ്ക്കും ഇഞ്ഞത് കൊടുക്കാൻ അവരെ എഴുതിയിട്ട് അവരോട് അത് പറിച്ചിട്ട് ഞാൻ കൊണ്ടുപോന്നു. എന്നിട്ട് ചട്ടിയിൽ കുഴിച്ചിട്ടു. കുറേ തൈ ഇവിടെയൊക്കെ കുഴിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ക്ലീനാക്കാനുള്ളത് അല്ല, ഒരു വെറൈറ്റി. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ പൂവൊക്കെ ഉണ്ടാവുന്നുണ്ട്. കേടൊന്നും നല്ല വളമയൊക്കെ ഇട്ട് കൊടുത്തതാണ് കോഴിക്കാട്ടം. ഇത് തെച്ചി ചട്ടിയിൽ കുഴിച്ചിട്ടായിരുന്നു. അത് വേറെ അടിയിലേക്ക് പോയി കൊണ്ട് ആകെ ചട്ടി തന്നെ പൊട്ടിച്ചു. അത് കുറച്ച് വെള്ളത്തിലിട്ടച്ചതാണ്. ഇനി അതൊക്കെ കുഴിച്ചിട്ട് റെഡിയാക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും ആ റോഡ് കണ്ട ഭാഗത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കട്ടോ. ഇവിടെയൊക്കെ മരം മുറിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് വരാം. കാട്ട് പിടിച്ചു. മഴ വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് എടുത്ത് പോകാതിരിച്ചിട്ടാണ്. ഇത് വെള്ള പൈപ്പ് കൊണ്ടുട്ടോ നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഉണ്ടോ. ആ കാട് പിടിച്ചടക്ക. ഇവിടെയൊക്കെ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട്. നമ്പ്യാർ വെട്ട്. നമ്മളെ പഴയ വീടിനെ കാണുന്നു കേട്ടോ. അവിടെ ഇപ്പോൾ
മോൻ്റെ സാധനങ്ങളാണ്. ടോയ്ലറ്റും വാഷ് ബേസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ. നമ്മളെ പഴയ വീടാണ് കണ്ണേ. ഇത് നമ്മളെ പുതിയ വീട്. ഇതിൻ്റെ നേരെ താഴെ പഴയ വീട്. അവിടെ താഴേക്ക് നോക്കിയാൽ പേടിയാണ്, ഭയങ്കര ഇറക്കാതെ പാടം ഉണ്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലം അവിടെ. അത് നമ്മളതല്ല കേട്ടോ, ഒക്കെ ഇളാപ്പാൻ്റെ. ഇത് നമ്മളതായിരുന്നു. ഇതൊക്കെ ഈ കുറുന്തോട്ടി ഉണ്ട് കേട്ടോ. ഇതാണ് കുറുന്തോട്ടിയാണ് മരം. നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ ആയുർവേദത്തിലൊക്കെ വാദത്തിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണിത്. ഇത് നമ്മളെ തൊട്ടാവാടി. നമ്മുടെ മറ്റേ അതുണ്ടായിട്ടുണ്ട്. മുറിച്ച് റെഡിയാക്കി ഇപ്പം മൊത്തത്തിൽ ക്ലീനായി. ഇവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കര പേടിയായി, കാട് മൂടി കിടന്നിട്ടേ. ഈ തൊടുവിലേക്ക് പുലി ഇറങ്ങി വന്നിന് കേട്ടോ. കണ്ടു, നമ്മൾ കണ്ടിരുന്നില്ല, ഒരാൾ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ അതിന് ശേഷം നമുക്ക് പേടിയായിരുന്നു ഇവിടെ. ഇപ്പോൾ പിന്നെ ഇവിടെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും ഇവിടെ കാടൊക്കെ ഒന്ന് ഒഴിച്ചു. ഇത് മുറികൂട്ടി. ഈ ചുവന്ന ഇലൻ്റെ പേരാണ് മുറികൂട്ടി. ഇത് മുറിയായി കഴിഞ്ഞാൽ നമുക്കത് ഇതിൻ്റെ ഇല പിഴിഞ്ഞിട്ട് വെച്ചെടുത്താൽ പെട്ടെന്ന് മുറി ഉണങ്ങി കിട്ടും. ഇത് ബാമ്പു. പ്രാവശ്യം ഒരുപാട് മുളൻ്റെതാ ഇപ്പോഴുണ്ട് കേട്ടോ പൂവ്. മുളയരി കിട്ടിയെന്നേ. ഇതിൻ്റെ മുളയരി പായസമാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. നല്ല ടേസ്റ്റാണ്. ഇപ്പോഴുണ്ട് മുളൻ്റെ പൂവ് ഇതിൽ. കണ്ടോ, ഇത് മുളപ്പൂവാണ്. താഴെ നോക്കാൻ പേടി. മഴ വരുമ്പോൾ അത്ര വേഗം എടുത്ത് പോകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോന്നിട്ടുള്ളത്. എന്താവോ എന്തോ, കോട്ടയൊന്നും എടുത്തിട്ടില്ല. അങ്ങോട്ട് നോക്കാൻ നല്ല ഭംഗിയാട്ടോ. ഉണ്ടോ മുളൻ്റെ തൈകളാന്ന് തോന്നുന്നത് കേട്ടോ. എന്തോരം ഉണ്ടായിക്കണു കണ്ടോ, മുളൻ്റെ തൈകളാണ് ഇതൊക്കെ. ഈ മുളൻ്റെ പൂ ചാടിയിട്ടേ
ഇതിപ്പോൾ എന്ത് കായ? എന്തോ ഒരു കായ കാണുന്നുണ്ട്, എന്ത് കായാണെന്ന് അറിയില്ല. അയൽവാസികൾ തന്നെയാണ്. അങ്ങോട്ട് നോക്കാനോ എന്ത് ഭംഗിയാണ് അറിയാം കാഴ്ചകൾ കാണണമെങ്കിൽ. തിരിച്ചു പോകും. ഈ വീടിൻ്റെ മുകളിൽ നിന്ന് ഭയങ്കര കാഴ്ചയാണ്. അവരിവിടെ ഉണ്ട് വെച്ചാൽ നമുക്ക് മുകളിലേക്കൊന്ന് കയറി കാഴ്ചകൾ പിടിക്കായിരുന്നു. ആ കണ്ടു. ഇല്ല എന്നെ പിടിച്ചു വെറുതെ ഒരു മണിക്കൂർ വെറുതെ കിട്ടിയ ജസ്റ്റ് ഒന്നേ. ഇല്ല കുഞ്ഞുമാൻ കിടന്നിക്കണ്. അതൊന്നും പറയൊന്നുമില്ല. അപ്പം പിന്നെ വെയിലുള്ളൂടെ ചിലപ്പോൾ വെറുതെ ഇറന്ന് കണ്ടെങ്ങനെയുണ്ട്. എൻ്റെ ഉറപ്പ് സ്ലിപ്പാക്കിയില്ലേ? നമ്മളിതിൻ്റെ മോൾക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതിനെ സത്യം പറയാതെ കണ്ടിട്ടില്ല കേട്ടോ. ഇതുവരെ ഇതിൻ്റെ മോൾക്ക് വന്നിട്ടില്ല. ആനു പറയണൊക്കെ ഇതിൻ്റെ മുകളിൽ കയറിയ ഇവിടുന്ന് ആനു നോക്കിയാണ് പറയില്ല അന്ന മുകളിലോ. ഇവിടുന്ന് അവൻ പറയല്ലേ ആനുവേ. പാരക്കല്ലൊക്കെ അവിടെയൊക്കെ പറ്റും. ഓല പേരൻ്റെ ഒക്കെ ആയിട്ടൊന്നും പിന്നെ പരിചയമില്ലാത്തതുകൊണ്ട്. ആയിട്ടൊന്നും പിന്നെ പരിചയമല്ലല്ലോ. പക്ഷേ പരിചയമില്ല. ഇതിനെ മുളക്കൊക്കെ പോകുന്നതൊക്കെ സാധനം കിട്ടും. സാധനം കിട്ടും ചോദിച്ചാ ഇതേ അതിന് കിട്ടുമോ? അതിനാണ് എപ്പോഴും പറയേ അവിടെ പോയിക്കണം നല്ല രസമാണ് അവിടെ പോയി എന്നാല് അറിയാനേ. പക്ഷെ ഇതുവരെ ഞാൻ നേരെ ഒന്നും നോക്കിയിട്ടില്ല. മലകള് അവിടെ വലിയൊരു വീട് കാണുക. ഇവിടുത്തെ മമ്പാട്ടത്തെ വീടാണോ കാണുന്നത്? എനിക്കാണ് മമ്പാടല്ലത് അല്ലേ? മമ്പാട പൊട്ടൻചോല കഴിഞ്ഞിട്ടുള്ള ഭാഗല്ലേ? അവിടെ വലിയൊരു വീടില്ലേ? നമ്മളവിടെ തിരിച്ചു പോകുന്നു കേട്ടോ. അവിടെ പെരൻ്റെ മുകളിൽ ഷീറ്റിട്ടുണ്ട്. അപ്പോൾ കൂടുതലൊന്നും അവിടെ നിന്ന് കാണാൻ പറ്റില്ല. ഇങ്ങനെ നമ്മളെ കുളമൊക്കെ ശരിക്കും കാണുന്നുണ്ട് പാടത്തുനിന്ന്. പക്ഷെ വീഡിയോയിൽ അത് കാണുന്നുണ്ടോയെന്ന് വെച്ചാൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് സൂം ചെയ്തൊക്കെ കുളമാണ് ഈ കാണുന്നത് കേട്ടോ.
ഇങ്ങനത്തെ മരം മൊത്തം പോയാൽ നല്ല രസമായിരിക്കും കേട്ടോ. ഒക്കെ മുറിച്ചൊഴിവാക്കണം. കഴുങ്ങൊക്കെ ഉണ്ടാകെ പോയി, ഒക്കെ മഞ്ഞ പിടിച്ച് ഒക്കെ നശിച്ചു പോയി. കായ്ഫലം കുറവാണ്. ഇത് വളർത്തിയ ചീച്ച തന്നെ കേട്ടോ. ഇവർ ഓണത്തിനും വിഷുവിനൊക്കെ നമുക്ക് പല ഫുഡ് കൊടുന്നു തരും. നല്ല ചീച്ച. നമ്മളങ്ങോട്ടും കൊടുക്കും കേട്ടോ. പെരുന്നാൾ വന്നാൽ നമ്മളങ്ങോട്ടും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. ജലനിധി പൈപ്പുകൾ ആണ് ഈ കിടക്കാണത്. നമ്മൾ എടുത്തില്ല കേട്ടോ. നമുക്ക് ഇഷ്ടംപോലെ വെള്ളമുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടില്ല. നമുക്ക് 2-3 കിണറും കുളവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടില്ല. എന്തോ തുമ്പപ്പൂ എന്തോ ആണെന്ന് പറയും, ഓണച്ചെടി എന്നൊക്കെ പറയും. നിറയെ ഉണ്ട്. മുളയാട്ടെ നമ്മൾ കുഴിച്ചിട്ട മുളയല്ലേ, ഓട. മഴയത്തോടൊഴിഞ്ഞാടി. ഈ ഒരു വള്ളി കൊണ്ട് നമുക്ക് കുടുങ്ങി കിട്ടാം. ഇത് നമ്മുടെ നാട്ടിൽ പറയുന്നതിന് പടവലങ്ങ എന്നറിയില്ലേ, കഴിച്ചിന പടവലങ്ങ. എന്തോ മരുന്നാണ്, പക്ഷെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആകെ പടരാണ്, കൂടെ ആകെ പടർന്നുകൊണ്ടേ ഇരിക്കുക. ഇതൊക്കെ പടർന്ന് വരുന്നുണ്ട്. എത്ര പറിച്ച് ഒഴിവാക്കിയാലും ഈ ഒരു സാധനം കുറുന്തോട്ട് വെടക്കണ്ട. നമുക്ക് അതുകൊണ്ട് താളി ഉണ്ടാക്കണ ഒരു വീഡിയോ എടുക്കണം. ഇത് ഹസ്ബൻഡിൻ്റെ പണിയാട്ടോ. ഈ ചെടി കൊടുന്നുകൊണ്ട് ഇതിൽ കൂടെ വതറിയിട്ട് പോയത്. ഇവരുണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് കാട് പോലെ ഉണ്ടായിട്ടുണ്ട്. അല്ല, അവിടുന്ന് പറിച്ചെങ്ങാണ്ട് കൊടുന്ന് വെച്ചിട്ട്
ചക്ക ഉണ്ട് എപ്പോഴും. ഇത് മത്തൻ ഒക്കെ ചെറിയ കായ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് പിടിച്ച് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇല ഇങ്ങനെ എന്നും കറി വെക്കും കേട്ടോ. ഇലക്കറി ഉണ്ടാവും, എന്നും ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തലുണ്ട്. ഇത് നമ്മളെ ജിമ്മി, അവൾ കുറേശ്ശെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ജിം ഡി എന്താ പരിപാടി? ഫുഡ് കഴിക്കുന്നതുകൊണ്ട് മൈൻഡ് ചെയ്യണില്ല. നമ്മുടെ ഡ്രാഗൺ ഇതാ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഞ്ഞയൊക്കെ വലുതായി വരുന്നുണ്ട് കേട്ടോ. ചെരുപ്പൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ, അവിടെ ഫുള്ള് പണിയായിരുന്നു. നമ്മൾ ജിമ്മിൽ കൊടുത്ത പ്ലേറ്റ് ഇവിടെ വെച്ചേക്ക. ഇതാണ് മാംഗോസ്റ്റീൻ. ഇത് നമ്മൾ മൂന്നാർ പോയപ്പോൾ അവിടുന്ന് കൊടുന്ന ചെടികൾ. അത് എന്താണെന്നറിയില്ല, പൂവുണ്ടാവുമെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ ആ തോട്ടിൽ കൂടെ ഒക്കെ നിറയെ ഉണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ പറിച്ചും കൊണ്ട് പോകുന്ന, പക്ഷെ ഇതുവരെ പൂവന്നിട്ട് കാണില്ല. ഇത് മെയ് മാസ ചെടി. ഞാൻ കുഴങ്ങിട്ടോ. നമ്മളകത്തുണ്ട് ചെടികൾ. ഓക്കെ, TK കോളനിയിൽ നിന്ന് കൊടുന്ന കല്ലാണത്. കുറച്ചേ ഉണ്ടായതുള്ളൂ, പക്ഷെ ഭയങ്കര വെയിറ്റ്. അതുകൊണ്ട് എല്ലാത്തേക്കൊന്നും ഇടാൻ കിട്ടില്ല. ഇതൊക്കെ ഇപ്പോൾ വെച്ചാണ് കേട്ടോ. ഇത് ആ പുറത്ത് കണ്ട ഇതിൻ്റെ തയ്യ.
ചെയ്യാൻ പറ്റും. മത്തനല്ല കല്ലുക്കി കല്ലുക്കി അതിനൊന്നും കാണാല്ല. ഇവിടെ ഈ വള്ളി ഇടുന്നു.
നമ്മളെ പഴയ വീടാട്ടോ. ഏതായാലും ഒരു മിനിറ്റിൻ്റെ വീഡിയോ ആണിത്. കാര്യത്തിലെ കണ്ടൻറ്റൊന്നും ഇതിലില്ല. അപ്പോൾ വെറുതെ ഒരു മിനിറ്റിൻ്റെ വീഡിയോ വാച്ച് ഓവർ കയറാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മുടെ നാടും പരിസരമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് മോൻ്റെ സ്കൂളിൽ വിട്ട് കൊണ്ടുവരുന്ന ആ ഒരു വീഡിയോ ആണിത് കേട്ടോ. ചെറിയ മോനെ സ്കൂളിൽ നിന്ന് വണ്ടിയിൽ നമ്മൾ കൊണ്ടുവരലാണ്. കാരണം മഴയല്ലേ, അപ്പം നടന്ന് പോരാൻ കുറച്ചുണ്ട്. പിന്നെ ബുക്കൊക്കെ ഭയങ്കര വെയിറ്റും. അപ്പോൾ അതുകൊണ്ട് അവനെ കൊണ്ടുവരാറാണ്. അവനവൻ്റെ കൂട്ടുകാരുണ്ടാവും. അങ്ങനെ ഏതായാലും നമ്മൾ നാടൊക്കെ ഒന്ന് കാണാം. ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമല്ലേ നാടുകളൊക്കെ കാണാനല്ലേ, ഭയങ്കര ഭംഗിയാണ്. ഇത് നമ്മളെ മഹല്ല് പള്ളി കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ് അല്ലേ. കരക്കൊന്നിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ നല്ല രസമാണ്. നമ്മുടെ നാട് നമുക്കറിയില്ല അതിൻ്റെ ഭംഗി അല്ലേ. പക്ഷേ വേറൊരാൾ നാട്ടിൽ കൂടെ വരുമ്പോൾ അവർ പറയും നല്ല ഭംഗിയുള്ള നാടാണ്. നമുക്ക് നമ്മളെ നാടിനെ കുറിച്ച് നമുക്കത്ര മതിപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഏറ്റവും നല്ല ഭംഗിയുള്ള സ്ഥലം നമ്മളെ നാടേക്കാരാണ്. പക്ഷെ നമുക്കത്
ഉൾക്കൊള്ളാൻ പറ്റിയില്ല അതിനായിട്ട്. നമ്മൾ കാണാൻ ശ്രമിക്കാറില്ല എന്നാണ് പറഞ്ഞാൽ. നമ്മളങ്ങനെ നമ്മളെ നാടിനെ പറ്റി കാണാനോ അല്ലെങ്കിൽ അറിയാനോ ഒന്നും നമ്മൾ ശ്രമിക്കലില്ല. എന്ത് ഭംഗിൻ്റെ സ്ഥലം അല്ലേ. നമ്മളെ നാട് സത്യം പറഞ്ഞാൽ ഞങ്ങളെ ഈ തൃക്കലങ്കോട് പഞ്ചായത്തിനെ മൊത്തത്തിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. എന്നും വിചാരിക്കും, എപ്പോഴും ഇങ്ങനെ വിചാരിക്കും മാത്രമല്ല പറയാറുണ്ട് കേട്ടോ. ഈ തൃക്കലങ്കോട് പഞ്ചായത്ത് മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി കാണാം. പക്ഷെ ഇതുവരെ നമ്മളെ നാടന്നെ നമ്മൾ മുഴുവൻ കണ്ടിട്ടില്ല. എന്നിട്ടാണ് നമ്മൾ മറ്റുള്ള നാടുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തിടുക്കം കൂട്ടി പോകുന്നത്. ആരെങ്കിലും സ്വന്തം നാടൊന്ന് കണ്ടിട്ടുണ്ടോ മൊത്തത്തിൽ? ഞങ്ങളുടെ പഞ്ചായത്ത് ഞങ്ങളിപ്പോൾ തൃക്കലങ്കോട് പഞ്ചായത്ത് കാരക്കുന്നാണ്. ഇത് മൊത്തത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാനും കണ്ടിട്ടില്ല, എൻ്റെ വീട്ടിലാരും കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് എപ്പോഴും പറയാറുണ്ടെന്നല്ലാതെ ഇതുവരെ പോയി കണ്ടിട്ടില്ല. ആരെങ്കിലും ഉണ്ടോ അങ്ങനെ സ്വന്തം നാട് മൊത്തത്തിലൊന്ന് എല്ലാ ഊടുവഴിയിൽ കൂടിയും എല്ലാ അതിൽ കൂടിയൊക്കെ ഒന്ന് പോയി മൊത്തത്തിലൊന്ന് കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. കാരണം മറ്റുള്ള നാടുകളൊക്കെ പോയി നമ്മൾ കണ്ട് അവിടെയുള്ള എല്ലാ ഊടുവഴികളും അവിടെയുള്ള വെള്ളച്ചാട്ടങ്ങളും പ്രധാന സ്ഥലങ്ങളും ഒക്കെ നമ്മൾ ചുറ്റിക്കറങ്ങി അവിടുത്തെ വീഡിയോസും പകർത്തി അവിടുന്ന് സെൽഫിയൊക്കെ എടുത്ത് പോരും. അതിലേറെ എത്ര ഭംഗിയുള്ള സ്ഥലം ഉണ്ടാവും നമ്മളെ നാട്ടിൽ അല്ലേ? ഈ ഉൾനാടുകളിലൂടെയൊക്കെ പോയാൽ എത്രയോ ഭംഗിയുള്ള ഓരോ ഭാഗങ്ങളുണ്ടാവും, മലകളായിട്ടും എല്ലാം ആയിട്ടും അല്ലേ? പക്ഷെ ആരും എന്താണ് ചുറ്റിക്കറങ്ങി കണ്ടിട്ടില്ല എന്ന് പറയാം. ഏതായാലുമൊക്കെ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. അവനാൻ്റെ നാട്ടിൽ നിന്നൊന്ന് ചുറ്റിക്കറങ്ങി അവനാൻ്റെ നാട്ടിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് വീഡിയോ പകർത്തി ഒക്കെ ഒന്ന് ശ്രമിക്കാൻ നോക്കുക. അതായിരിക്കും ഏറ്റവും നല്ല മനോഹരമായ സ്ഥലവും അതുപോലെ ഏറ്റവും നല്ല അനുഭൂതി. എന്താ പറയുക, മനസ്സിന് കുളിർമ കിട്ടുന്ന കാര്യങ്ങളും നമ്മളെ നാട് മൊത്തത്തിൽ കാണുക എന്നുള്ളതായിരിക്കും. പക്ഷെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്ന് തന്നെ അറിയാം. ഇപ്പോൾ ഞാൻ എല്ലാ യൂട്യൂബർമാരാവട്ടെ അല്ലാത്തവരാകട്ടെ ഒക്കെ നേരം വെളുത്ത് കഴിഞ്ഞാൽ ഒരു ഒഴിവ് കിട്ടിയാൽ ഓടുന്നത് മറ്റുള്ള സ്ഥലങ്ങൾ കാണാൻ. നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ ഒരുപാട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അറിയപ്പെടുന്ന ആളുകളും പിന്നെ പുരാതന വസ്തുക്കളുള്ള ഇതൊക്കെ ഒരുപാട് ഇതുണ്ട്. പക്ഷെ അതൊന്നും നമ്മളിതുവരെ കണ്ടിട്ടില്ല. എന്തായാലും ഒരു ദിവസം ഞങ്ങൾ ചുറ്റിക്കറങ്ങാൻ ഒരുങ്ങണം. ഇതേപോലെ ഒരുങ്ങിയ ദിവസങ്ങളിൽ ഒന്ന് ചുറ്റിക്കറങ്ങണം, മൊത്തത്തിലൊരു വീഡിയോ പകർത്തണം എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ശ്രമിച്ചു നോക്കാം. ഈ തൃക്കലങ്കോട് പഞ്ചായത്ത് മൊത്തത്തിലൊന്ന് കണ്ടിട്ട് അവിടെയുള്ള വ്യൂകളും അവിടെയുള്ള ഓരോ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്താൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത്രേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ വെറും ആഗ്രഹമായിട്ട് അത് മാറും. നമ്മൾ നിലമ്പൂർ TK കോളനി കാണാൻ പോയി. നിലമ്പൂർ പൂക്കോട്ടുംപാടത്ത് TK കോളനി എന്ന സ്ഥലത്ത് കാണാൻ പോയി. അത് 2 വർഷമായിട്ടുള്ള ഇപ്പോൾ പുതുക്കി പണിതിട്ട്. അത് ബ്രിട്ടീഷുകാർ
പിന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ടി കെ കോളനീൻ്റെ ആ ഇത് പിന്നെ കെട്ടുക പടവുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ടി കെ കോളനിയിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ്. അതൊക്കെ ഓരോ ഭാഗങ്ങൾ പൊളിഞ്ഞ് നാടി പിന്നെ പോയിക്കൊണ്ടിരുന്നിനി. അതിപ്പോൾ 2 വർഷം മുമ്പാണ് അതൊന്ന് പുതുക്കി പണിതും. പിന്നെ അത് ഇതേപോലെ ആരോ ഒന്ന് വീഡിയോ എടുത്ത് വിട്ടതാണ്. അങ്ങനെ അത് ഫേമസായി. ഇപ്പോൾ അത് അറിയപ്പെടുന്ന സ്ഥലമായി. അങ്ങനെ സ്വന്തം നാട്ടിലൊക്കെ ഉണ്ടാവും ഇതേപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ല നല്ല സ്പോട്ടുകളും നല്ല നല്ല വ്യൂ പോയിൻറ്റുകളൊക്കെ. അതൊക്കെ സ്വന്തം നാടൊന്ന് വികസിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് കൂടിയാണല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് അതൊന്ന് പ്രചരിപ്പിക്കാൻ നോക്കുക. സ്വന്തം നാടൊന്ന് വളർത്താൻ നോക്കുക, അറിയപ്പെടുത്താൻ നോക്കുക. ടി കെ കോളനിയിൽ അറിയപ്പെടുന്നത് ഇപ്പോൾ ഈ ഒരു എന്താ പറയുക പിന്നെ വെള്ളത്തിൻ്റെ ആ പുഴയാണ്. അതുപോലെ ഓരോ നാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ആളുകളെ ആകർഷിക്കാൻ പറ്റിയത്. അങ്ങനെ അത് മറ്റുള്ളവർക്ക് എത്തിക്കാനും ഒക്കെ ഒന്ന് നോക്കുക. അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടാവും ഇപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കൊളിഞ്ഞ് കിടപ്പുന്നുണ്ടാവും. നമ്മുടെ നാട് ഭയങ്കര രസം കേട്ടോ. മലകളും കാര്യമായിട്ട് ഇവിടെ മലകളാണ്, കുന്നും മലയും. നമ്മളെ നിലമൊന്നും നിരപ്പുള്ളതല്ല, ഒക്കെ ഇങ്ങനെ കയറ്റമിറക്കം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സത്യത്തിൽ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴൊക്കെ നല്ല രസമാണ് കാണാൻ. നിറയെ കവുങ്ങും റബ്ബറും തെങ്ങുകളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനൊക്കെ. നമ്മുടെ നാട് ഇതൊക്കെ തന്നെയാണ്, നല്ല ഭംഗിയുള്ള നാട് തന്നെയാണ്. വീഡിയോയിൽ കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ ഇല്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ എന്തായാലും അങ്ങനെ തന്നെയാണല്ലോ, അത് വേറെ ഭംഗിക്കാരം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു ചെറിയൊരു അക്വേറിയാണ് കേട്ടോ. ഇത് മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിലെ മീനൊക്കെ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചത്തുപോയി. നല്ല കുട്ടികൾ കല്ലെറിഞ്ഞ് കാണാൻ അതിനെ കൊന്നു. ഇതിപ്പോൾ കുറേ ഗപ്പി കുട്ടികളുണ്ട്, നിറയെ ഗപ്പികളാണ് ഇതിൽ. നമ്മളെ പിന്നെ എന്തിനോ കറക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് ക്ലീനാക്കണം കേട്ടോ, മഴ സമ്മതിക്കണില്ല. അതാ നമ്മളെ ചെറിയ തക്കാളി പഴുത്തുകൊണ്ടിരിക്കണം. വെണ്ടയ്ക്കൊക്കെ ഒഴിവാക്കാനായി തുടങ്ങി. ചീര ഉണ്ട്, വഴുതനങ്ങ ഉണ്ട്. ഈ വല നമ്മളിവിടെ കിളികളെ ശല്യം കൊണ്ട് ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചിട്ട് ഇതിലെല്ലാം ആകെ കൊത്തി കെടുത്തി. മരം കൊത്തി അവർക്കും വേണ്ടിയിട്ട് വല കൊടുത്തത്. ഇപ്പം അവരെ ശല്യം ഒഴിവായപ്പോൾ ഇടണ്ടെന്ന് വെച്ചതാണ്. ഉണ്ടാകുമ്പോൾ വിരിക്കാരിച്ച്. ഉണ്ടോ, ഇത് നമ്മൾ മഞ്ഞ തെച്ചിയായിരുന്നു അല്ല. അപ്പോൾ ചട്ടിയൊന്നുമില്ല, ഫുള്ള് വേരും മണ്ണും ആയിങ്ങാണ്ട് അതങ്ങനെ ഊരിപ്പോയി. ചട്ടിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ചെടികളൊക്കെ ആകെ മണ്ണ് മാറ്റി കൊടുക്കാനിട്ട് ആകെ മൊത്തം ആയി കിടക്കുക. ഒക്കെ ഒന്ന് ലെവലാക്കി എടുക്കണം. ഉണ്ടോ, നമ്മളെ കോഴിപ്പൂവാണിത്. ഉണ്ടല്ലേ,
അത് മറിഞ്ഞ് വീണു. നല്ല വലിപ്പം വെക്കും ഇത് കേട്ടോ, ഉഷാറായിട്ട് വലിപ്പം വെക്കും. പക്ഷെ ഇത് മറിഞ്ഞ് വീണോണ്ടായിരിക്കും, ഇനിയിപ്പോൾ വലുതാവില്ല, പൊട്ടി വീണു കനം കൊണ്ടേ. നല്ല ഭംഗിയില്ലേ. നാട്ടിൽ ഒരു കോഴിപ്പൂവെന്ന് പറയാം കേട്ടോ. ഓരോ നാട്ടിലും പലതും പല ഇതായിരിക്കും. വെണ്ടക്കഥ ഒക്കെ ഉണങ്ങി കഴിയുമ്പോൾ തന്നെ കിടപ്പുണ്ട്.